കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടക്കം പലരും വിവാദത്തിൽപ്പെടുന്നതായിട്ടാണ് ഇപ്പോൾ വാർത്തയിൽ നിന്നൊക്കെ കാണുന്നത്. എൻ്റെ ഒരു സംശയം കൊണ്ട് ചോദിക്കുക, ഇനി ഇത് കൂടി പോയിട്ട് അവസാനം കർണാടക സർക്കാർ വീഴുമോ? കർണാടക സർക്കാർ വീഴും. സിനു പറഞ്ഞതുമായി ബന്ധപ്പെട്ടല്ല. അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മ വേതനം കൊടുക്കുന്നുണ്ടോ? ഇപ്പം അങ്ങനെ കേൾക്കുന്നില്ല. പണ്ടെന്തായിരുന്നു തൊഴിലല്ലെങ്കിൽ ജയിൽ, തൊഴിലല്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം എന്നൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവിടുത്തെ AIYF, DYFI തൊഴിലല്ലെങ്കിൽ ജയിലെന്നായിരുന്നു ഏതോ ഒരു കൂട്ടരുടെ സമരം. മറ്റവരുടെ തൊഴിലല്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം എന്നായിരുന്നു. എന്നിട്ട് ഇവിടുത്തെ യുവാക്കൾക്ക് ഷേവ് ചെയ്യാൻ ബ്ലേഡ് വാങ്ങാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ അതിനെക്കുറിച്ച് ആരും പറയുന്നില്ല. ഇപ്പോൾ ഈ മുടങ്ങിക്കിടക്കുന്ന പെൻഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു വർഷം 900 കോടി രൂപ, ഒരു മാസം 900 crores ഒരു മാസം പെൻഷൻ കൊടുക്കാൻ കേരളത്തിൽ വേണം. അത് തന്നെ 6 മാസത്തെ കുടിശ്ശികയാണ്. അപ്പോൾ ഈ പണ്ട് തൊഴിലില്ലായ്മ വേതനത്തെക്കുറിച്ച് കരുണാകരൻ്റെ ഒരു പ്രസിദ്ധമായ പ്രസ്താവനയുണ്ട്. തൊഴിലില്ലായ്മ വേതനം പ്രത്യുൽപാദനപരമല്ല, പ്രൊഡക്റ്റീവ് അല്ല എന്ന്. അന്ന് കാരണം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അന്നൊക്കെ പത്രം വായിക്കുന്ന ശീലം അന്നേ ഉണ്ട്. അതിൻ്റെ പേരിൽ നാട്ടിൽ വലിയ കലാപമായിരുന്നു. ഈ പാവപ്പെട്ട ചെറുപ്പക്കാർക്ക്, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് കിട്ടുന്ന ഈ പൈസ പ്രൊഡക്റ്റീവ് അല്ല, പ്രത്യുൽപാദനപരമല്ല എന്ന് പറഞ്ഞ യുവജന വഞ്ചകനാണ് കരുണാകരൻ എന്നൊക്കെ പറഞ്ഞ് വലിയ സമരങ്ങൾ, അടി ഇടി ഒക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു കേരളത്തിൽ മുഴുവൻ. പത്രം വായിച്ചുകൊണ്ട് അന്നേ അറിഞ്ഞിട്ടുള്ളതാണ്. ഞാനിത് സമരത്തിൽ അന്നൊക്കെ ഞാൻ ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഏതായാലും ഇത് ഫ്രീ സൗജന്യങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കിട്ടുക എന്നൊക്കെ വലിയ ഇഷ്ടമാണ് എല്ലാവർക്കും. ഇപ്പോൾ രാഹുൽ ഗാന്ധി ആണെങ്കിൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും സൗജന്യം കൊടുക്കാം 1 ലക്ഷം രൂപ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു അല്ലേ? അതെ. എന്നിട്ട് പാവപ്പെട്ട പെണ്ണുങ്ങൾക്ക് ബോണ്ടൊക്കെ എഴുതി കൊടുത്ത് അവർ ജയിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഓരോ MPമാരുടെയും അടുത്ത് പോയി എൻ്റെ കാശ് താന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ ഈ ജനങ്ങൾക്ക് വലിയ മോഹന സുന്ദര വാഗ്ദാനങ്ങൾ കൊടുത്ത് തിരഞ്ഞെടുപ്പിൽ ജയിച്ച ഒരു സർക്കാരാണ് കർണാടകയിൽ. അവർ 5 പദ്ധതികൾ നടപ്പാക്കിയത്. ഗൃഹജ്യോതി, ഗൃഹലക്ഷ്മി, അന്നഭാഗ്യ, ശക്തി യോജന, യുവനിധി എന്നിങ്ങനെ 5 പദ്ധതികൾ നടപ്പാക്കി. അത് എല്ലാവർക്കും വാരിക്കോരി കൊടുക്കുകയാണ്. ഓരോ സ്കീമുകളാണ്. സൗജന്യ ബസ് യാത്ര, ഭക്ഷണം, ഇതെന്നൊക്കെ പറഞ്ഞ് 5 പദ്ധതി. അപ്പോൾ കർണാടക മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ്, അദ്ദേഹത്തിൻ്റെ പേര് ബസവരാജ റെഡ്ഡി കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി. അതായത് ഈ സ്കീമുകൾ നടപ്പാക്കാൻ ഒരു വർഷം 65,000 കോടി രൂപ വേണം. ഒരു വർഷം 65,000 കോടി രൂപ സൗജന്യങ്ങൾ കൊടുക്കാൻ വേണ്ടി കർണാടക സർക്കാർ ചെലവഴിക്കുകയാണ്. അതുകൊണ്ട് സർക്കാരിൻ്റെ കയ്യിൽ 5 പൈസയില്ല. മംഗലാപുരത്ത് ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ മംഗലാപുരത്ത് അപ്പോൾ ബാംഗ്ലൂർ സിറ്റിയെ സംബന്ധിച്ചറിയാം. ബാംഗ്ലൂരിൽ കുറേ തടാകങ്ങളുണ്ട്. ലേക്ക് സിറ്റിയാണ്. അതെ. ഈ തടാകങ്ങളുടെയൊക്കെ നവീകരണം, ശുദ്ധജലത്തിന് വേണ്ടിയൊക്കെ ഈ തടാകങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അതിൻ്റെ നവീകരണത്തിന് വേണ്ടി അവിടുത്തെ MLA ചോദിച്ചിട്ട് കൊടുക്കാൻ കാശില്ല. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. അതിനൊന്നും പൈസ കഴിയുന്നില്ല. ആകെ ഉള്ളത് പൈസ മുഴുവൻ എടുത്തിട്ട് എന്ത് ചെയ്യാണ്? ഈ സ്കീം നടപ്പാക്കുകയാണ്. അപ്പം നാട്ടിലെ റോഡുകൾ പൊളിഞ്ഞു കിടക്കുന്നു, ആശുപത്രികളുടെ നവീകരണം നടക്കുന്നില്ല, എല്ലാം അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ മരിച്ച അവസ്ഥയിലാണ് കർണാടകയിൽ. അപ്പോൾ സൗജന്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ സർക്കാരിൻ്റെ മുന്നിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ ഇത് പിൻവലിച്ചാൽ ജനങ്ങളെ പറ്റിച്ചു എന്നുള്ള വലിയ കാമ്പയിൻ പ്രതിപക്ഷം കൊണ്ടുവരും. ഉറപ്പായിട്ടും ജനവികാരം എതിരാകും. അപ്പോൾ പുലിപ്പുറത്ത് കയറുന്നത് പോലെയാണ് ഈ സൗജന്യങ്ങൾ കൊടുക്കുക. ജനങ്ങളെ ഇങ്ങനെ സൗജന്യങ്ങൾ കൊടുക്കുന്ന ജനങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും അതിൻ്റെ പ്രത്യാഘാതം സഹിക്കാൻ ജനങ്ങൾ തയ്യാറാവില്ല. ഇതിനുവേണ്ടി ഇപ്പോൾ ഒരു കാര്യം ചെയ്തു. 1 മാസമായിട്ടില്ല കർണാടകയിൽ ഇപ്പോൾ കേരളത്തെക്കാളും പെട്രോളിനും ഡീസലിനും വില കുറവായിരുന്നു. കർണാടക വില കൂട്ടി, 3 രൂപ വരെ വില കൂട്ടി. അപ്പോൾ സൗജന്യ പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് വലിയ തോതിൽ ഈ മൊത്തം ബജറ്റിൻ്റെ സിംഹഭാഗവും മാറ്റിവെക്കേണ്ടെന്ന അതിഭീകരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കർണാടക സർക്കാർ. അതിൻ്റെ കൂടെയാണ് സിദ്ധരാമയ്ക്കും ഒക്കെ എതിരെയുള്ള ആരോപണങ്ങളും അഴിമതിയും. അപ്പോൾ കാശ് മുഴുവൻ കട്ട് തിന്നുകയും ഇങ്ങനെ സൗജന്യങ്ങൾ കൊടുത്തും പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവായി കർണാടക സർക്കാർ മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഭവം ഇപ്പം ഇവരുടെ വീഴ്ചയ്ക്ക് ആക്കം കൂട്ടുന്നൊരു സംഭവം ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് പട്ടികവർഗ വികസനത്തിന് വേണ്ടിയിട്ട് അനുവദിച്ച 14,730 കോടി രൂപ, ചെറിയ തുകയല്ല, 14,730 കോടി രൂപ സർക്കാർ വകമാറ്റിയിട്ട് ഈ 5
പദ്ധതികൾ ഫ്രീ ബീസ് കൊടുക്കുന്ന സൗജന്യങ്ങൾ കൊടുക്കുന്ന പദ്ധതിക്ക് വേണ്ടി SC/ST ഫണ്ട് എടുത്ത് വിനിയോഗിച്ചു. പട്ടികജാതിക്ഷേമം വേറെയാണ്. ഈ പദ്ധതി ഇല്ലെങ്കിലും ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാനായിട്ട് കേന്ദ്ര സഹായത്തോടു കൂടി നടപ്പാക്കുന്ന പദ്ധതികളാണ്. അത് അങ്ങനെയാണ് 14,730 കോടി രൂപ വന്നത്. അത് വകമാറ്റുക. അത് വകമാറ്റി ആ പൈസ ഇല്ല. SC/STക്ക് കൊടുക്കാനുള്ള 14,730 കോടി രൂപയില്ല. അതെടുത്ത് ഈ പദ്ധതി സൗജന്യങ്ങൾ കൊടുക്കാനുള്ള ഈ ഗൃഹജ്യോതി, ഗൃഹലക്ഷ്മി, അന്നഭാഗ്യ, ശക്തി യോജന, യുവനിധി തുടങ്ങിയ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി അത് വകമാറ്റി. ഒരു കാരണവശാലും SC/STയുടെ ഫണ്ട് ഇങ്ങനെ വകമാറ്റാൻ പറ്റാത്തതാണ്. ഇതിലിപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷൻ ഇടപെട്ടു. ചെയർമാൻ കിഷോർ മക്വാന ഈ സംഭവം അറിഞ്ഞിട്ട് സംസ്ഥാന സർക്കാരിന് നോട്ടീസ് കൊടുത്തിരിക്കുക. ഈ 14,730 കോടി രൂപ ഏറ്റവും പാവപ്പെട്ട, ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട SC/ST വിഭാഗത്തിൻ്റെ പൈസ പോലും എടുത്തു മാറ്റിയത് ഇതിന് വിശദീകരണം തരണം, അല്ലെങ്കിൽ നടപടിയെടുക്കും, ഒരാഴ്ചക്കകം നടപടിയെടുക്കുമെന്ന് കാണിച്ച് ദേശീയ പട്ടികജാതി കമ്മീഷൻ ഇന്ത്യയിലാകെ ഒരു സർക്കാരിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കർണാടക സർക്കാരാണ്. ഇതാണ് കർണാടകയുടെ അവസ്ഥ. അപ്പോൾ സർക്കാർ കുത്തുപാള എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നമ്മൾ ആലോചിക്കണം. സൗജന്യങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടും. നമ്മൾ തന്നെ കേൾക്കുമ്പോൾ എന്തോ ബസ്സിൽ ഫ്രീ യാത്ര എന്നൊക്കെ കേട്ടപ്പോൾ ഇതിനൊക്കെ പൈസ വേണ്ടേ? ഈ പൈസ എവിടുന്ന? ഇപ്പോൾ കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം വല്ലപ്പോഴും കൊടുക്കുന്ന കിറ്റ് മാത്രമേ ഉള്ളൂ. കിറ്റ് എന്നുള്ള സൗജന്യമാണ് പിണറായി കൊണ്ടുവന്നതാണ്. പിണറായിക്ക് ഇപ്പോൾ ഈ അടുത്ത ഇലക്ഷന് മുമ്പും കിറ്റ് വരും. കിറ്റൊക്കെ മറന്നിരിക്കുക. ഇലക്ഷന് തൊട്ട് മുമ്പ് പട്ടിക്ക് എല്ലും കഷ്ണം ഇട്ട് കൊടുക്കുന്ന പോലെ കേരളത്തിലെ വോട്ടർമാരായ നായകൾക്ക് നമുക്ക് ആ വിലയല്ലേ ഉള്ളൂ, നായകളുടെ വില പോലുമില്ല, നമുക്കൊരു നക്കാപ്പിച്ച് കിട്ടും. അത് മേടിച്ചിട്ട് നമ്മളെല്ലാവരും പോയിട്ട് ആഞ്ഞു കുത്തും പിണറായിക്ക്. പക്ഷേ പിണറായി പോലും ഈ ഫ്രീ ബീസ് സൗജന്യങ്ങൾ നടപ്പാക്കുന്നില്ല. കേന്ദ്ര സർക്കാരിനെ നോക്കൂ. കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള ബജറ്റ് ജനപ്രിയ ഇലക്ഷൻ ബഡ്ജറ്റൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ നരേന്ദ്രമോദി ചെയ്തില്ല. അപ്പോൾ സൗജന്യങ്ങൾ ഇങ്ങനെ ഒരു ജനതയ്ക്ക്, ഒരു സമൂഹത്തിന്, വോട്ടർമാർക്ക് വാരിക്കോരി കൊടുക്കുക എന്നതല്ല ഒരു വെൽഫെയർ സ്റ്റേറ്റിൻ്റെ, ക്ഷേമരാഷ്ട്രത്തിൻ്റെ അടയാളം. അപ്പം അങ്ങനെ ധരിച്ച് ജനങ്ങളെ പറ്റിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അധികാരത്തിൽ വന്നാൽ സർക്കാരിന് ഭരിക്കാൻ നേരം ഉണ്ടാവത്തില്ല. ഈ പദ്ധതികൾ മാത്രം നടപ്പാക്കാനേ കഴിയൂ എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി കർണാടക മാറുകയാണ്. തമിഴ്നാട്ടിൽ പണ്ടിതുണ്ടായിരുന്നു സൈക്കിൾ, പക്ഷേ ഇത്രയൊന്നുമില്ല. കുട്ടികൾക്ക് TV കൊടുക്കും, സൈക്കിൾ കൊടുക്കും. അതൊക്കെ ഒരു സ്കീം മാത്രമേ ഉള്ളൂ. 5-6 പദ്ധതികൾ ഇങ്ങനെ പ്രഖ്യാപിച്ച് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് കർണാടക ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്. ഇപ്പോഴാണ് നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. കാരണം ഇതുപോലത്തെ സൗജന്യ പദ്ധതികളാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ മുന്നണി പ്രഖ്യാപിച്ചിരുന്നത്. അവരെങ്ങാനും അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ഈ സൗജന്യ പദ്ധതികൾ പ്രഖ്യാപിച്ചത്, പിന്നെ കോൺഗ്രസ് ആയതുകൊണ്ട് പേടിക്കണ്ട. കർണാടകയിൽ എന്ത് സംഭവിച്ചു അത് തന്നെ ഇവിടെ സംഭവിക്കുമായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞ കോൺഗ്രസ് ആയതുകൊണ്ട് പേടിക്കണ്ട, പറച്ചിലേ ഉള്ളൂ, ചെയ്യൂലല്ലോ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി. കർണാടക പിന്നെ സിദ്ധരാമയ്ക്കും ശിവകുമാറിനും എങ്ങനെയും ജയിച്ചേ പറ്റുള്ളായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനി പോട്ടെ, കോൺഗ്രസ് വന്ന് അധികാരത്തിൽ വന്നിട്ട് ഈ കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപ പ്രതിവർഷം കൊടുക്കുന്ന അടക്കമുള്ള പദ്ധതികൾ നടപ്പാക്കിയിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ, പുതിയ ഹൈവേകൾ, നാഷണൽ ഹൈവേയുടെ പണി നിൽക്കുമായിരുന്നു, പുതിയ ട്രെയിനുകൾ ഉണ്ടാവില്ലായിരുന്നു, ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നമ്മുടെ ആദ്യത്തെ പ്രൊജക്റ്റ് വരെ നമ്മൾ നടപ്പാക്കി. ISROയ്ക്ക് 15,000 കോടി രൂപയാണ് നമ്മുടെ ബജറ്റ് വിഹിതം. പിന്നെന്താ, നമ്മൾ ഈ പ്രതിരോധ രംഗത്ത് നമ്മൾ വലിയ തോതിലുള്ള ഗവേഷണങ്ങൾ നടത്തുന്നു. ഇപ്പം മലമുകളിൽ മുഴുവൻ പോലും യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ടാങ്കുകൾ നമ്മൾ ഉണ്ടാക്കിയിരുന്നു, ഭാരം കുറഞ്ഞ ടാങ്കുകൾ. അങ്ങനെ നമ്മൾ സമസ്ത മേഖലകളിലും രാജ്യം കുതിച്ചു കയറി. ഇന്ത്യ അനധിവിദൂര ഭാവിയിൽ 4ാമത്തെയും 3ാമത്തെയും 2ാമത്തെയും ഒക്കെ സാമ്പത്തിക ശക്തിയായി മാറിയേക്കുമെന്നുള്ള ആശങ്ക വൻശക്തികൾക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തരത്തിൽ സാമ്പത്തിക രംഗത്തും GDPയിലും കുതിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള രാജ്യത്തെ ഈ രാഹുൽ ഗാന്ധി എങ്ങാനും അധികാരത്തിൽ വന്ന് ഇത്തരം പദ്ധതികൾ നടപ്പാക്കിയിരുന്നെങ്കിൽ വീണ്ടും പഴയ ഒരു 60 വർഷം മുമ്പുള്ള ദരിദ്ര നാരായണന്മാരുടെ രാജ്യമായി, വികസ്വര രാജ്യം, ഇപ്പം നമ്മളേണ്ട വികസിത രാജ്യമായിക്കൊണ്ടിരിക്കുകയാണ്, വികസ്വര രാജ്യമായി മാറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൂപ്പുകുത്തിച്ചേനെ എന്നതിൻ്റെ ക്ലാസിക് ഉദാഹരണമാണ് കർണാടകയിൽ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായും കർണാടക സർക്കാരിനെ സംബന്ധിച്ച് ഒരു വലിയ വീഴ്ചയിലാണ്. പക്ഷേ അത് പറയുമ്പോൾ ഞാൻ DK ശിവകുമാർ പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. അതായത് ശിവകുമാർ പറയുകയാണ്, ഇത് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിന് ചില പ്രത്യേക തുകകൾ ഞങ്ങൾ ഇനിയും വിനിയോഗിക്കും. ചില പ്രത്യേക സമുദായത്തിന് വേണ്ടി ചില പ്രത്യേക തുകകൾ വിനിയോഗിക്കാൻ ഞങ്ങൾക്ക് ആലോചനയുണ്ട്, ഞങ്ങൾ അതിനെയും ചെയ്യും. ആന്ധ്രയിൽ
മുമ്പ് ചെയ്തതുപോലെ എന്ന് DK ശിവകുമാറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ആലോചിക്കണം, ആന്ധ്രയിൽ എന്താണ് ചെയ്തത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിരുന്നു, ആന്ധ്രയിൽ ഇന്ത്യയിലെ സംവരണം കൊടുക്കുക എന്ന സംവരണത്തിന് അർഹത ഹിന്ദു സമുദായത്തിൽപ്പെട്ട പിന്നാക്ക ജാതികൾക്ക് മാത്രമേ സംവരണത്തിന് ഉള്ളൂ. ഹിന്ദു മതത്തിലെ ജാതീയമായ ഉച്ചനീചത്വങ്ങളുടെ ഭാഗമായി പിന്തള്ളപ്പെട്ടിരിക്കുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ സംവരണം കൊണ്ടുവന്നത്. അത് ഓൺലി ഫോർ ഹിന്ദു കമ്മ്യൂണിറ്റീസ്. അതിനെ മറികടന്ന് ആന്ധ്ര സർക്കാർ എന്ത് ചെയ്തു? ഒരു പൈലറ്റ് പ്രൊജക്റ്റ് ആന്ധ്രയിൽ ആന്ധ്ര സർക്കാർ കോൺഗ്രസ് ഇന്ത്യയിൽ ഒരു പൈലറ്റ് പ്രൊജക്റ്റായിട്ട് മുസ്ലിങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തി. മുസ്ലിം ഒരു ജാതിയല്ല, ഒരു മതമാണ്. മുസ്ലിം സമുദായത്തിന് മൊത്തമായി സംവരണം കൊടുത്തു. ഇതാണ് മോദി പറഞ്ഞത്. അവസാനം എന്ത് ചെയ്തു? സുപ്രീം കോടതി ഇടപെട്ട് മുസ്ലിം ഒരു മതമാണ്, അതുകൊണ്ട് സംവരണം കൊടുക്കാൻ പറ്റില്ല പറഞ്ഞാൽ ഇത് റദ്ദാക്കി. സംവരണം കൊടുക്കാൻ പാടില്ല. അപ്പോൾ കേരളത്തിൽ പോലും മുസ്ലിങ്ങളിലെ ചില മാപ്പിള എന്നുള്ള സമുദായത്തിനാണ് കേരളത്തിൽ പോലും സംവരണത്തിന് അനുമതിയുള്ളത്. അത് കേരള സർക്കാർ എന്ത് ചെയ്തു? പാർലി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും മാപ്പിളയാണെന്നുള്ള ഒരു വ്യാജ റിപ്പോർട്ടുണ്ടാക്കി ഒരു ഗവൺമെൻറ് ഓർഡർ ഇറക്കിയാണ് കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങൾക്കും സംവരണം കൊടുക്കുന്നത്. അപ്പോൾ ശിവകുമാർ ഓർമ്മിപ്പിക്കുന്ന ഇതാണ്, ചില സമുദായങ്ങൾക്ക് ചില പ്രത്യേക ആനുകൂല്യങ്ങൾ കൊടുക്കും. അത് ആന്ധ്രയിൽ ചെയ്തതുപോലെ എന്ന് ഇതിനിടയ്ക്കും പറയുന്നുണ്ട്. സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള. ഇങ്ങനെ നശിച്ച് വെണ്ണീറായി കുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിൻ്റെ ഉപമുഖ്യമന്ത്രി ഇപ്പോഴും പറയുകയാണ്, ഞാൻ അവർക്ക് വേണ്ടി ചെയ്യും എന്ന്. ഇതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. ചാകാൻ പോകുന്ന നേരത്തും ഓർമ്മ അവരെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.